ശശി തരൂർ CPM-മായി ചർച്ച നടത്തുന്ന വലിയ വാർത്തകൾ വന്നിരുന്നു. ഇന്നലെ അദ്ദേഹം നേതാക്കളെ കണ്ടു, ഇന്ന് APC-യിലും വന്നു. എന്തുകൊണ്ടാണ് തരൂരിന്റെ പേര് ഇങ്ങനെ കോൺഗ്രസ് വിട്ടുപോകുന്നുണ്ട് പട്ടിക? വടക്കേ മലബാറിലൊരു പാട്ടുണ്ട്, കൊല്ലാതെ കൊണ്ടുവന്നത് നീയെ ചാപ്പ, ഇന്നെന്നെ കൊല്ലിച്ചത് നീയെ ചാപ്പ. അപ്പോൾ മനസ്സിലായോ? ചാപ്പയല്ല, നിങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഈ നിങ്ങൾ മാധ്യമങ്ങൾ ഒരു ദിവസം പറയും ശശി തരൂർ CPM-നോട് ചർച്ച നടത്തി. ശശി തരൂർ നിഷേധിച്ചാൽ നിങ്ങളിപ്പോൾ അത് വിശ്വസിക്കുന്നില്ല. ഇതിനകത്ത് നിങ്ങൾ പറയുന്നത് തരൂരിൻ്റെ പേര് പറയുന്നതിനകത്ത് ഒരു കാര്യമില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്, അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഞാൻ ആ കാര്യങ്ങളെക്കുറിച്ചൊന്നുമില്ലാന്ന്. കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമാണ് അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് ക്യാമ്പയിനിൽ വളരെ സജീവമായി ശക്തമായിട്ട് പാർട്ടി നിർദ്ദേശങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഉറപ്പിക്കാം. വാർത്ത നിങ്ങൾ ഉണ്ടാക്കിയത് നിങ്ങളെ ഇപ്പം അതൊക്കെ അതൊന്നും ഇനിയിപ്പോൾ വീണ്ടും കുത്തിപ്പോക്കി പ്രശ്നം ഉണ്ടാക്കാൻ ഉദ്ദേശമെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ഒന്ന് പറഞ്ഞതാ. എന്തായാലും എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങളുടെ പാർട്ടിയുടെ ഡിസൈൻ എന്ന് പറയുന്നത് അങ്ങനെയായിപ്പോയി. എതിരഭിപ്രായങ്ങളുണ്ടെങ്കിൽ അവരെ 52 വെട്ടി കൊന്നു തീർക്കുക എന്നുള്ളതല്ല ഞങ്ങളുടെ ശൈലി. മനസ്സിലായില്ലേ? ഞങ്ങളുടെ ശൈലി എതിരഭിപ്രായങ്ങളെ സ്വീകരിച്ച് അത് നല്ല കാര്യങ്ങളുണ്ടെങ്കിൽ ആ നല്ല കാര്യങ്ങൾ കൂടെ കൊച്ചു മുന്നോട്ട് പോകുക, ആ എതിരഭിപ്രായങ്ങളൂടെ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ശൈലി. അതല്ലാതെ കുഞ്ഞികൃഷ്ണൻ ഒരു അഭിപ്രായം പറഞ്ഞ ഉടനെ ആ കുഞ്ഞികൃഷ്ണൻ ചെയ്ത എത്രയോ ത്യാഗങ്ങൾ എൻ്റെ നാട്ടുകാരനാണ്, അതെല്ലാം ഒരു ദിവസം മറന്നിട്ട് കുഞ്ഞികൃഷ്ണൻ ഇപ്പം കോടാലിയായി എന്ന് പറയുന്ന പോലെ അങ്ങ് പറയാൻ പറ്റില്ല. ഞങ്ങളുടെ പാർട്ടിക്കകത്ത് എന്തായാലും കോൺട്രിബ്യൂഷൻ നടത്തുന്ന ആരാണ് എല്ലാ നേതാക്കന്മാരും. അവർക്ക് വ്യക്തിപരമായ അഭിപ്രായം ഉണ്ടാകും, പക്ഷേ പാർട്ടി അഭിപ്രായങ്ങളോട് ചിലപ്പോൾ എതിരായിരിക്കും. അപ്പോൾ ആ അഭിപ്രായങ്ങൾ എതിരാണെങ്കിൽ എന്താണ് നിങ്ങളുടെ എതിർപ്പിന് കാരണം എന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കും. അതിനനുസരിച്ച് പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കും. ഗത്യന്തരമില്ലാതാകുമ്പോൾ മാത്രം ആ പാർട്ടി ഏതെങ്കിലും നടപടി എടുക്കാറുള്ളൂ. ഓക്കെ, അതെന്താ വെച്ചാൽ ഇപ്പോൾ അതും ഒരു തമാശയല്ലേ. കേരയിൽ പ്രഖ്യാപിക്കുന്ന കേന്ദ്ര അനുമതിക്ക് മുമ്പേ കേരളങ്ങ് പ്രഖ്യാപിച്ചു. വികസനം നടത്തുന്നു എന്ന പ്രഖ്യാപനം നടത്തിയോണ്ട് വല്ല കാര്യമുണ്ടോ? എന്തോ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. വികസന പ്രഖ്യാപനങ്ങൾ നടത്തിയാൽ ജനം അതിൽ വീഴുമെന്ന്. ഇത്തരമൊരു പ്രഖ്യാപനം ശ്രീധരൻ്റെ ഒരു പ്രഖ്യാപനം വന്നു കഴിഞ്ഞ ദിവസം. ഹൈ സ്പീഡ് റെയിൽവേ വരാൻ വേണ്ടി പോകുന്നു. കേന്ദ്രമന്ത്രിയായിട്ട് അദ്ദേഹം ചർച്ച നടത്തിയെന്ന് പറയുന്നു. നമുക്ക് വികസനം വേണ്ടത് കാര്യമായിട്ടുള്ള ചർച്ചകൾ എല്ലാ തലത്തിലും നടത്തി അതിനാവശ്യമായിട്ടുള്ള ഗൃഹപാഠം നടത്തിയിട്ട് ആ ഗൃഹപാഠവുമായി വരുന്നതിന് പകരം കേന്ദ്രമന്ത്രി എന്തോ ചർച്ച നടത്തിയെന്ന് കണ്ട ഉടനെ ഇവിടെ ഒരു പെട്ടെന്നൊരു പ്രഖ്യാപനം, ആ പ്രഖ്യാപനം കടത്തി പിറ്റേന്ന് ദിവസത്തിൻ്റെ ബജറ്റിൽ അതിനെക്കുറിച്ചുള്ള ഒരു പ്രഖ്യാപനം, ഇതൊക്കെ ജനങ്ങളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടുള്ളതെന്ന് മനസ്സിലാവും. ആത്മാർത്ഥമായിട്ട് വരട്ടെ, തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാർ വരും. ഈ കേരളത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാവുന്ന വൻ പദ്ധതികളും ജനങ്ങൾക്ക് വേണ്ടി ഉപകാരപ്രദമായിട്ടുള്ള ക്ഷേമ പദ്ധതികളും ഉണ്ടാവും. വെയിറ്റ് ആൻഡ് സീ. അതുവരെ കാത്തിരിക്കുക.